ഭരണപക്ഷവും പ്രതിപക്ഷവും രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നടക്കുന്ന ഒരു സമരത്തിൽ പങ്കെടുക്കുന്നു. സമരത്തിന്റെ മുദ്രാവാക്യം സാധിച്ചു തരാൻ ഭരണപക്ഷത്തിന് കഴിയുമെന്ന് സമരക്കാർ പ്രഖ്യാപിക്കുന്നു. ഭരണപക്ഷത്തെ സ്വാധീനമുള്ള MLAക്ക് അത് കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് അടിവരയിടുന്നു. എന്താ സംഭവമെന്നല്ലേ? ഇന്നലെ തലസ്ഥാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ അങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. ഇതായിരുന്നു ആ കാഴ്ച. വേദി പാളയം രക്തസാക്ഷി മണ്ഡപം. സമരം നടത്തുന്നത് സംസ്ഥാനത്തെ റേഷൻ കട നടത്തിപ്പുകാർ. ഇവരുടെ 2 ദിവസം നീണ്ടുനിന്ന രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനമാണ് ഈ നടക്കുന്നത്. സമരത്തിൽ പങ്കെടുക്കുന്നത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ MLAമാരും പിന്നെ വർക്കല MLAയും CPM ജില്ലാ സെക്രട്ടറിയുമായ വി ജോയിയും. സമരത്തിന്റെ ആവശ്യം ജോയി വിചാരിച്ചാൽ സാധിക്കുമെന്ന് ആദ്യം തന്നെ സമരക്കാരുടെ വക ഒരു സുഖിപ്പീര്. പ്രിയപ്പെട്ട ജോയി MLA കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അറിയുന്നത് അദ്ദേഹം ഒരു കാര്യം നടത്തും, അതിന് പ്രാപ്തിയുള്ള ആളാണെന്ന്. തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമന്വയ നേതൃത്വത്തിലുള്ള ജോയി MLA ഞങ്ങളോടൊന്ന് കനിയണം, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇടപെടണം, ഞങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കണം. ജോയി വിചാരിച്ചാൽ ചുമ്മാ അടിച്ചു കയറി വരാൻ പറ്റുമെന്ന് പ്രതിപക്ഷ നേതാവും. ജോണി നല്ലൂര് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ തൽക്കാലം നമുക്ക് ജോയി MLA ചുമതലപ്പെടുത്താം. കാരണം അദ്ദേഹം ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടപ്പാക്കുന്ന ആളാണെന്ന് ജോണി നല്ലൂര് പറഞ്ഞത് ഞാൻ ഒന്നും കൂടി അടിവരയിട്ടുകൊണ്ട് അതിന്റെ പുറകിൽ ഞങ്ങളെല്ലാം ഉണ്ട്. എടാ ജാങ്കോ, പെട്ടല്ലോ എന്ന് മനസ്സിൽ തോന്നിയിരുന്നെങ്കിലും ജോയി അത് പുറത്തു കാണിച്ചില്ല. ഇപ്പൊ ശരിയാക്കാം എന്നല്ല, ശരിയാക്കാൻ നോക്കാമെന്ന് മറുപടി. ഈ സമരത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവും മറ്റുള്ളവരും എല്ലാം എന്നെ ചുമതലപ്പെടുത്തി പോയെങ്കിലും ഗവൺമെന്റിന്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയമാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ അദ്ദേഹത്തോടും നിങ്ങളെ കാര്യങ്ങൾ പറയുമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. സംഭവം ഏതായാലും നേതാക്കളുടെ ഉറപ്പല്ലേ നടക്കുമെന്ന പ്രതീക്ഷയിൽ സമരക്കാരും സമരം അവസാനിപ്പിച്ചു മടങ്ങി. സ്വാന്തന സാജു, മീഡിയ 1, തിരുവനന്തപുരം.